ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മത്തി പൊള്ളിച്ചത് ഉണ്ടാക്കിയാലോ. ആദ്യം ചീനിച്ചട്ടി ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. പിന്നെ കുറച്ച് കടുക് ഇടുക. കടുക് ഇങ്ങനെ പൊട്ടി വരുമ്പം കുറച്ച് കറിവേപ്പില ഇടുക. അപ്പം നല്ലതായിട്ടത് പൊട്ടിത്തെറിക്കും. അപ്പോൾ കുറച്ച് മാറി നിന്നോണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിടാൻ പോകുന്നത് എന്താണ്, കുറച്ച് ജിഞ്ചറാണ്, ഇഞ്ചി. അത് നമ്മൾ ചതച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മളിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അതെല്ലാം വാടി കിട്ടുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് വരും. അത് കഴിഞ്ഞ് നമ്മൾ ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു 10-15 ചെറുതാണെങ്കിൽ. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത്, പിന്നെ ഒരു 10-12 എരിവുള്ള പച്ചമുളക് അതും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ എണ്ണയ്ക്കകത്ത് എല്ലാം കൂടി ഇട്ടൊന്ന് നല്ലപോലെ മിക്സാക്കണം. അത് കഴിഞ്ഞാൽ എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടോ. ഇനി നമ്മളെന്താണ്, പ്രധാനപ്പെട്ട ഐറ്റം ഉപ്പിട്ടില്ലായിരുന്നു. ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് വേണ്ട ഉപ്പ് ഇട്ടോളുക. ഓക്കെ. അപ്പം അതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. അരപ്പിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കണം. തിളയ്ക്കുന്നത് വരെ കാത്തിരിക്കുക. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മത്തി, നല്ല ക്ലീനാക്കി വെച്ച മത്തിയാണ്, ഒരു 10-12 മത്തിയുണ്ട്. അതെല്ലാം നമ്മൾ വൃത്തിയാക്കി വെച്ച മത്തി അതിനകത്തോട്ട് ഇടുക. എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ സോട്ട് ചെയ്ത് അടച്ച് വെച്ച് നമ്മളൊരു 15 മിനിറ്റോളം നമ്മളെന്ത് ചെയ്യും, അടച്ച് വെച്ച് വേവിക്കുക. അപ്പം നമുക്ക് എന്ത് കിട്ടും, 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ സ്വാദിഷ്ടമായ മത്തി പൊള്ളിച്ചത് ഇവിടെ തയ്യാറായി കിട്ടുന്നതായിരിക്കും. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ഉണ്ടാക്കുന്ന പോലെയല്ല, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ബൈ ബൈ.